ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എറണാകുളത്തെ ഒരു അതിപ്രാചീനമായ ഒരു സ്ഥലത്തെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എറണാകുളം ബോട്ട് ജെട്ടിയും സമീപ പ്രദേശങ്ങളും പിന്നെ ഇപ്പോൾ അവിടെയുള്ള ടൂറിസം ബോട്ട് സർവീസും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം പഴയ ബസ് സ്റ്റാൻഡ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തണം. അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ബോട്ട് ജെട്ടിക്ക് അടുത്താണ് നിൽക്കുന്നത്. മറൈൻ ഡ്രൈവിലേക്ക് അല്പം നടന്നാൽ മറൈൻ ഡ്രൈവാണ്. ഈ വടക്കേ സൈഡ് മറൈൻ ഡ്രൈവും തെക്കേ സൈഡ് ബോട്ട് ജെട്ടിയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കണ്ട ബോട്ടുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്ന ബോട്ടുകളാണ്. എന്നാൽ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്, റിപ്പയറിനായിട്ട് മാറ്റിയിട്ടിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 ബോട്ട് ഇവിടെ നിലവിൽ കിടപ്പുണ്ട്. എന്നാൽ സർവീസിന് വേറെ അധികം ബോട്ടുകൾ ഉണ്ട്. ഇപ്പോൾ സർവീസുള്ള വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കാണ്. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത് റിപ്പയർ ചെയ്യാണ്ടിട്ടേക്കുന്നത് തോന്നുന്നു. നമ്മളിവിടെ നോക്കിയാൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ദൂരെ. പിന്നെ ഐലൻഡ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഉച്ച സമയമായതിനാൽ ഒരൊറ്റ മനുഷ്യരുടെ അടുത്തെങ്കില്ല. പിന്നെ കൂടാതെ ലോക്ക്ഡൗൺ ആയത് കാരണം ആരും തന്നെ ഇവിടെ ഇല്ല. ചുരുക്കം ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ഇനി ബോട്ട് ജെട്ടി വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോട്ട് ജെട്ടിലേക്ക് നമുക്ക് നടന്നു നോക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയുടെ അകത്ത് എത്തിയിരിക്കുകയാണ്. ഒരനക്കം പോലും ഇല്ല. പാസഞ്ചേഴ്സ് ആണെങ്കിൽ ആരും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഓരോ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കാരണമായിരിക്കാം ആൾക്കാർ ആരും ഇല്ലാത്തത്. നമ്മൾക്ക് ടിക്കറ്റ് കൗണ്ടർ ഒന്ന് നോക്കാം എവിടെയാണെന്ന്. ഇതല്ല, ഇവിടെ ആവശ്യമാണ്. ചേട്ടാ, ടിക്കറ്റ് കൗണ്ടർ എവിടെയായിട്ടാണ്? ഓക്കെ ചേട്ടാ, ശരി. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഷൂട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ചെയ്തില്ല. ഇന്ന് ഇവിടെ സർവീസിന് കാര്യം അന്വേഷിച്ചപ്പോൾ വൈപ്പിനിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും മാത്രമാണ് ഇപ്പോൾ സർവീസ് നടക്കുന്നത്. 2 ബോട്ടുകളുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം തിരക്കില്ലാത്ത കാരണമാണ് അവർ സർവീസ് നടത്താത്തത്. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ധാരാളം സ്ഥലമുണ്ട്, പക്ഷെ വണ്ടികളൊന്നും ഇല്ലല്ലോ. കാരണം പാർക്കിംഗ് വിജനമായി കിടക്കുന്നു. നമുക്കൊന്ന് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് പോകാം. അവിടെ ഒരു പാർക്കുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. സുഭാഷ് പാർക്ക് ഈ ബോട്ട് ജെട്ടിയുടെ തെക്കേ സൈഡിലാണ്. നമുക്ക് നടക്കാം. കുറേ പ്രാവ്, അടിപൊളി. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്താ സംഭവിക്കണം നോക്കല്ല. നമുക്ക് ഓടിക്കാം. ഓക്കെ. അങ്ങനെ പ്രാവുംകൂട്ടത്തിനൊക്കെ ഓടിച്ച് പറത്തിയാണ്ട് വിട്ടു. ഇത് നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. ഇതാണ് സുഭാഷ് പാർക്കിലേക്ക് ഇവിടെ കൂടി എൻട്രി ഉള്ള റോഡ് സൈഡിൽ നിന്നാവും. പുറത്തിറങ്ങിയിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം. ഈ സമയത്തൊക്കെ എന്ത് തിരക്കുള്ള സ്ഥലമാണ് ഈ ഉച്ച സമയത്തൊക്കെ. കോവിഡും ലോക്ക്ഡൗണും എല്ലാം കൂടി തകർത്ത് വാരി. നമ്മുടെ ബോട്ട് ജെട്ടിയുടെ മേലിലൊരു ടവറുണ്ട്, അതാണ് വാച്ച് ടവർ. അവർക്ക് ബോട്ടിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. നൈറ്റൊക്കെ സിഗ്നൽ കൊടുക്കാം. അവിടെ
പകൽ ബൈനോക്കുലർ വെച്ച് നോക്കാം. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളുണ്ട്. കുറേ കടകൾ പോലത്തെ സംഭവങ്ങൾ. അതിവിടെ തിരക്കുള്ള സമയത്ത് അവിടുത്തെ ഫുട്പാത്തിൽ ഉള്ള കച്ചവടക്കാരുടെ സാധനങ്ങളാണ്. ഈ സമയത്തൊക്കെ എന്തൊരു ആൾക്കാരവിടെ ഉണ്ടാവുമെന്ന് അറിയാം. കപ്പിൾസ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, പിന്നെ കറങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും, ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല പല ടൈപ്പ് ആൾക്കാർ വന്നുപോയ സ്ഥലമാണ്. ലോക്ക്ഡൗൺ വന്നുകൂടി എല്ലാം വാനിഷ്. ഇവിടെ നിറച്ചാളായി അങ്ങോട്ട് നടന്നുകൊണ്ടാണ്. അവിടെയൊക്കെ ആ ഗാർഡൻ പോലെ ആ ഗ്രീൻ സൈഡിലൂടെ ആൾക്കാർ കിടക്കും കാറ്റുകൊള്ളാൻ വേണ്ടി. ഉച്ച സമയത്ത് വൈകുന്നേരം ചില ആൾക്കാർക്ക് രാവിലെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകില്ല. ആൾക്കാർ ഓടിച്ചിടണം. ഇതിൻ്റെ ഗാർഡ്സ് ഓടിച്ചാലേ പോകുള്ളൂ. കാരണം അതിനും മാത്രം അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. എന്താ ശൂന്യമായിട്ട് നടക്കണേ. ഇത് ഇവിടെ കച്ചവടക്കാരുടെ സാധനങ്ങളാണ്. ഇത് ഒരു ഗ്യാങ് കൂടെ ആയിരിക്കും. ഇത് മറ്റേ നമ്മൾ ഓൺലൈൻ സർവീസ് ചെയ്യുന്ന പിള്ളേരാണ്. സൊമാറ്റോ, സ്വിഗ്ഗി. കായലാണ്, കായലിലേക്ക് നടക്കാം. കായൽ ഉച്ച സമയത്ത് നല്ല ഓളങ്ങളായിട്ട് കിടക്കണം. ഒരു ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി റെഡിയായി കിടക്കണം. അതാണ് വൈപ്പിലേക്കുള്ള ബോട്ട്. അങ്ങനെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി ബോട്ട് അവിടെ നിന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പോണ്. ആണ്ടാ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇപ്പം സംഭവം അവിടെ നിന്ന് എടുക്കും. എന്തായാലും ആ സൈഡിൽ 2 ബോട്ടുണ്ട്. അത് ഉപയോഗിക്കാത്ത ബോട്ടുകളാണ്. ഇതൊക്കെ വല്ല ആക്രികർ കൊടുത്തു എന്തെങ്കിലും പൈസ കിട്ടിയതല്ലേ. നമ്മളെയൊക്കെ ഏൽപ്പിക്കണം ഈ സംഭവം. എപ്പോൾ ആക്രികർ കൊടുത്തു വെച്ചാൽ ഇതേ ഇറങ്ങാടുത്ത്. ഇത് ഷിപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ ഐലൻഡിൽ ഷിപ്പാണ്. ഐലൻഡിൽ ആ ലോങ് വ്യൂവിലുമ്പോൾ സൂം ചെയ്തെടുത്തേക്കാണ്. ഇതെല്ലാം ഷിപ്പുകളാണ് കിടക്കുന്നത്. ലോഡ് ഇറക്കാൻ വേണ്ടി വന്നതും ലോഡ് കയറ്റാൻ വേണ്ടി വന്നതും പിന്നെ റിപ്പയറിന് വന്നേക്കുന്ന ഷിപ്പുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഷിപ്പ് യാർഡിലേക്കുള്ള ഷിപ്പ് യാർഡ്, ഐലൻഡ് എല്ലാം അടുത്തടുത്താണ്. ഇങ്ങോട്ട് വരുന്നതോറും ആ ഷിപ്പ് യാർഡിലേക്കുള്ള ഇതുണ്ട്. വലിയൊരു ഷിപ്പുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടെയ്നറുമായിട്ട് അടുത്ത രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് കാത്തു കെട്ടി കിടക്കുന്നത്. പിന്നെ അങ്ങോട്ട് വേണ്ട കണ്ടെയ്നർ ടെർമിനലാക്കാനുണ്ട്. അങ്ങ് ദൂരെ വൈപ്പിലാണത്. നമ്മുടെ സംഭവം പറഞ്ഞ പോലെ ബോട്ട് സ്റ്റാർട്ടായി യാത്രക്കാരുമായിട്ട് അതങ്ങ് ഫോർട്ട് കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർ സന്തോഷം കണ്ട എത്ര നേരം കാത്തിൻ്റെ ഒരു ബോട്ട് വന്നെന്നറിയാം. അപ്പോൾ 5-6 ആൾക്കാർ അതിൻ്റെ അത് ഉണ്ടാവുന്നുള്ളൂ. ഇതിങ്ങനെ റൊട്ടേഷൻ ഉണ്ടാവും. നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകും. ഫോർട്ട് കൊച്ചി നേരെ വൈപ്പിൽ നേരെ നമ്മുടെ ജെട്ടിയിലേക്ക് വീണ്ടും. അപ്പോൾ അടുത്ത ബോട്ട് ഇവിടെ നിന്ന് ഇതിടുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വേറെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ 2 ബോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റൊട്ടേഷനിലൂടെയാണ് ഇങ്ങനെ പോയിക്കുന്നത്. നമ്മുടെ മറ്റേ സിറ്റി പെർമിറ്റ് ബസ്സൊക്കെ പോകില്ലേ, ഉദാഹരണം വൈറ്റില ബസ്സൊക്കെ പോകുമ്പോൾ അത് വൈറ്റില ഹബ്ബിൽ നിന്ന് ഇറങ്ങും. നേരെ എറണാകുളം ഫുൾ ചുറ്റി പാലഘട്ടം വഴി നമ്മുടെ മെഡിക്കൽ റിസ്റ്റ് വഴി നേരെ പാലഘട്ടം വന്ന് കലൂര് പാലഘട്ടം വഴി നേരെ ഹബ്ബിലേക്ക് വരും. വീണ്ടും റൊട്ടേഷൻ ഇരിക്കും പോലെയാണ് അത്. അതാണ് നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ. അവിടെയാണ് കണ്ടെയ്നറൊക്കെ വന്ന് ഷിപ്പ് അടിപ്പിച്ചിട്ട് കണ്ടെയ്നർ വന്ന് അൺലോഡ് ചെയ്യണതും ലോഡ് ചെയ്യണതും. അത് വൈപ്പിലാണ്. നമ്മൾ ഗോശ്രീ പാലം ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറൊരു പുതിയൊരു കാഴ്ച. പുതിയതല്ല, എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ എറണാകുളത്ത് പലയിടത്തുണ്ട് ഈ സംഭവം. മൈ ബൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എല്ലാം നല്ല പുതിയ സൈക്കിളുകളാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിൽ റെൻറ്റിന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ ഫെസിലിറ്റി എറണാകുളത്ത് മിക്കയിടത്തുണ്ട്. വൈറ്റിലുണ്ട്, പാലാവട്ട സൈഡിലുണ്ട്. ഇപ്പം ഞാനിവിടെ ഉണ്ട്. കലൂരുണ്ടെന്നുണ്ട്. എൻ്റെ ബൈക്ക് മൈ ബൈക്ക്. ഈ സംഭവം നമുക്ക് പെർ ഹവർ 2 രൂപയുള്ളൂ. നമുക്കൊരു പുറത്തുനിന്ന് വന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ സംഭവം ഇവിടെ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് എവിടെയാണ് ഈ സംഭവം അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് അവിടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇതിപ്പോൾ ബോഡ്ജറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നത്. അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മൈ ബൈക്ക് ഹബ് ഈ ഒരു ആപ്പാണ് നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സംഭവം വെച്ച് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ, ഫോൺ പേ വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം.
അങ്ങനെ നമുക്ക് ഈ സംഭവം ഇവിടെ നിന്ന് ഈ അൺലോക്ക് ആവും. സ്കാൻ ചെയ്ത് വരുമ്പോൾ സൈക്കിൾ അൺലോക്ക് ആവും. നമുക്ക് കൊച്ചിയുടെ ഏത് വശത്തും പോകാം. അതുകൊണ്ട് ഈ വണ്ടി ലൊക്കേഷൻ വേറെ ഇപ്പോൾ നമുക്ക് കലൂർക്ക പോകണമെങ്കിൽ കലൂർ എവിടെയെങ്കിലും നമുക്ക് അവിടെ ഇതുപോലത്തെ ഒരു പോയിൻ്റ് ഉണ്ടാവും. അവിടെ നമുക്ക് വണ്ടി കൊണ്ട് വെക്കാം, സൈക്കിൾ കൊണ്ട് വെക്കാം. അത് നമ്മളുടെ ആ പൈസ വരാനുള്ള പൈസ നമുക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് നമുക്ക് പോകാം. ഇങ്ങനൊരു സൗകര്യം കൊച്ചിയുടെ പല ഭാഗത്തുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല, ബാംഗ്ലൂർ പോയപ്പോൾ ഈ സംഭവം കണ്ടു. ഞാൻ പരീക്ഷ നോക്കിയിട്ടില്ല, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. കണ്ടോ, നമ്മുടെ ആപ്പ് സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട് ഈ സംഭവം. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. രണ്ടിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ സൈക്കിളിൽ ആ QR കോഡിൽ സ്കാൻ ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റെൻ്റൽ സ്റ്റാർട്ടിങ് ആയിട്ട് ₹2 ആ പൈസ കൊടുത്തിട്ട് നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് പോകാം. അത് നല്ലൊരു കാര്യമാണല്ലേ. അത് എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യപ്രദമായ കാര്യമാണ്. അത് ലോക്കലായിട്ടുള്ള നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കാം. ജെറ്റിയുടെ സൈഡിലേക്ക് വന്നിരുന്നു. ഇതാണ് ബോട്ട് ജെറ്റിയുടെ അകത്തേക്കുള്ള എൻട്രൻസ് പുറത്തുകൂടി. പക്ഷെ നമ്മൾ കയറുന്നില്ല, നമുക്ക് കയറാൻ അനുമതിയില്ലെന്നവർ പറഞ്ഞ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. അവർ നമ്മൾ ആ നിയമത്തെ ലംഘിക്കുന്നത് ശരിയല്ല. ഇതൊരു ബോട്ടാണ്, പഴയ സാധനം, അടിപൊളിയാണ്. ഈ വശത്തൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ബോട്ട് കൊണ്ട് നടിപ്പിക്കണം. അങ്ങോട്ട് നടന്നു നിന്നാൽ ബോട്ടിലേക്ക് കയറി പോകും. നമുക്ക് ഇപ്പം എൻ്റെ ആവശ്യമില്ല, നമുക്ക് പോകാം. നമ്മൾ ഈ സൈക്കിളിൻ്റെ കാര്യം സംഭവം ഈസിയാണ്, ഉപയോഗിക്കാനും പറ്റും. ലോക്ക്ഡൗണിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ബുദ്ധിമുട്ടുണ്ട്. ഒരു പട്ടി, മനുഷ്യർ ജോലിയില്ല, ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ നടക്കണേ. ഇത് വേറൊരു സംഭവമുണ്ട്. ഈ ലോക്ക്ഡൗൺ കാരണം ഇത് അടച്ചിട്ടാണ്. ഈ ബോട്ടിയുടെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലാണ് ഇത്. മറ്റേ വനിതകളൊക്കെ കൂടി നടത്തുന്ന ഒരു സംരംഭം പോലത്തെ ഒരു സംരംഭമാണ്. അവിടെ എല്ലാവിധ സംഭവങ്ങളുണ്ട്. ഫുഡുണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സാധാരണ ഈ ലോക്ക്ഡൗൺ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഫുൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം അവർ ഈ തിരക്കുള്ള ഒരു ഇതാണ്. ഉച്ച സമയത്ത് ഭക്ഷണം, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം അവിടെ കുടിക്കാൻ തോന്നുന്നു. പക്ഷെ ലോക്കാണ്, രക്ഷയില്ല, ആരെയും കാണുന്നില്ല. ലോക്ക്ഡൗൺ കാരണം ഷോപ്പെല്ലാം അടച്ചിട്ടാണ്. അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതൊക്കെ ലോക്ക്ഡൗൺ ഇല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട് പാർക്ക് ചെയ്തേക്കണം. അതുപോലെ ഇവിടെ എല്ലാം പാർക്കിങ് ഉള്ള വണ്ടി, തണലെല്ലാം നോക്കി വണ്ടി പാർക്ക് ചെയ്യാനാണ്. പാർക്ക് ചെയ്യാൻ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, മണിക്കൂറിന് 20 രൂപയുള്ളൂ. കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്കൊന്നും പാർക്ക് ചെയ്യാറില്ല. കാരണം അത് റീസണബിൾ റേറ്റാണ്. പുറത്ത് 30 രൂപയുണ്ട്, ഇത് ഗവൺമെൻറ് കാരണം 20 രൂപയുള്ളൂ. ഇത് നമ്മൾ പുറത്തേക്ക് ബോട്ടിൻ്റെ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് ഇല്ലുമ്പോൾ കാശ്. കാരണം ഇത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡാണ്. പഴയതല്ല, ഇപ്പോഴും ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഈ ബസ് സ്റ്റാൻഡ് പണ്ട് പോലെ, എൻ്റെ ചെറുതിൽ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എറണാകുളത്തെ ആദ്യത്തെ ബസ് സ്റ്റാൻഡ് ഇതാണ്, ബോട്ട് ജെട്ടി ബസ് സ്റ്റാൻഡ്. പിന്നീടാണ് നമ്മളുടെ മെയിൻ ബസ് സ്റ്റാൻഡ് വന്നത്, സൗത്ത് കേരള ബസ് സ്റ്റാൻഡ്. ഇവിടെ വന്നിട്ടാണ് ആളുകൾ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നത് ആൾക്കാർ. ഇതൊരു ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള വെയിറ്റിംഗ് ഷെഡാണ്. നല്ല പൈസ മുടക്കി ചെയ്താണ്. പക്ഷെ ഇതിപ്പോൾ എല്ലാം യൂസ്ലെസ് ആയിട്ട് നടക്കണം, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണേ. ഇരിക്കാനൊന്നും പറ്റില്ല. പല ആൾക്കാരും വന്ന് ഉപയോഗിച്ചിട്ട് അത് നശിപ്പിച്ചിട്ട് പോകണേ. ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് വന്നേക്കുന്ന റൂട്ടിലുള്ള ബസ്സുകളല്ല, റെഗുലർ സർവീസിലുള്ള ബസ്സുകളല്ല. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സ്റ്റാഫിന് വേണ്ടി പ്രത്യേകമായിട്ടാണ് ബസ്സുകളാണ്. ഇത് രാവിലെ സ്റ്റാഫിന് വേണ്ടി വരും, വൈകുന്നേരം ആകുമ്പോൾ തിരികെ കൊണ്ട് ആ റൂട്ടിലുള്ള ആൾക്കാരെ ഇറക്കും. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്ലി. ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി മാത്രമേ ഇപ്പോൾ ഇട്ടേക്കണേ. എന്നാൽ ഈ നമ്മൾക്ക് കയറി പോകാൻ, ഞാൻ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. എന്തായാലും നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കാണണം. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തണമാണ്.